എനിക്ക് എന്തും കിട്ടും. ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മള് തുടക്കത്തിന്റെ പോലെയല്ല ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് ബ്ലോഗ് എടുത്ത് കാണിക്കുക, വീഡിയോ എടുക്കുക ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് വെറുതെ നടന്നാൽ കിട്ടുന്നുണ്ട് 1,00,000 റുപ്യ അല്ലെങ്കിൽ 50,000 റുപ്യ കിട്ടുന്നുണ്ട്. കാരണം നിങ്ങളെ കണ്ടിട്ടായിരിക്കും BM എടുത്തത്. ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാ വണ്ടികളും കാണിച്ചാൽ ഞാൻ വണ്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അങ്ങനെ ജനുവരി മാസം കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരിയിലേക്ക് കടന്നിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഫെബ്രുവരി മാസത്തിൽ നമ്മൾക്ക് എന്തായാലും ഒരാളെ സന്തോഷിപ്പിക്കാം. ഓക്കെ, ആരാണ് ഭാഗ്യവാനെ നമുക്ക് നോക്കി നോക്കാം. വാ, നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ടേ. ഞാൻ 2,000 രൂപ പറഞ്ഞേ, പക്ഷെ ആളത് അടിച്ച് തെറ്റിപ്പോട്ട് 200 രൂപ കണ്ണടിച്ചാണ്. അപ്പൊ ആള് വന്നിട്ട് അതിന് സോറി അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ ആളടുത്ത് ടെൻഷൻ അടിക്കണ്ടാന്ന്. എന്റെ പേരെന്താ? മുരുകൻ. എവിടെ വീട്? എവിടെ? ഒരു ദിവസം 400 രൂപ അത്രേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടാളും കൂടെ ഹാപ്പി ജീവിതം. ആൾക്ക് അതെങ്ങനെ കാർഡടിക്കാന്ന് അറിയില്ല കേട്ടോ. അതെങ്ങനെ നോക്കാന്ന് അറിയാൻ വേണ്ടിട്ട് ആള് ആ പയ്യന്റെ അടുത്തേക്ക് ചെന്നാണ്. അയ്യവാ, എനിക്ക് നിങ്ങളെ വക ഗിഫ്റ്റ് വന്നല്ലേ? ഇതേട്ടത് വെച്ചോളൂ. ഇതിന്റെ സന്തോഷം തരാണ്. സുജിനെ വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല എന്നുള്ള കമന്റ് വരും. അതെനിക്കറിയാം. പക്ഷെ എന്റെ അച്ഛൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇങ്ങനെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് എനിക്കൊരു സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാനും ഹാപ്പി, ആ വാങ്ങിയ ആളും ഹാപ്പി, നിങ്ങൾ ഹാപ്പി ആണെന്നുള്ളതിന്റെ കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിട്ട്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഫെബ്രുവരി മാസത്തിലും കുറെ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കാം. ടാറ്റാ. ഇപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ പാവങ്ങളുടെ അടുത്ത് കരുണ കാണിക്കുമ്പോൾ മേലെയുള്ളവൻ നിന്റെ അടുത്ത് കരുണ കാണിക്കും. അങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് ഉണ്ടല്ലോ. അത് സത്യമാണ്. കാരണം എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ എത്രത്തോളം പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്നു, അതിൽ കൂടുതൽ ദൈവം എനിക്ക് വാരിക്കോരി തരുന്നുണ്ട്. അതിന് എങ്ങനെ നന്ദി പറഞ്ഞ ദൈവത്തിനോട് പറയണ്ട. ഈ ഒരു യൂട്യൂബ് വരുമാനം മാത്രമല്ല, നമുക്ക് വേറെ കുറെ പരിപാടികളുണ്ട്. എന്തോ അതൊക്കെ ഇവിടെ നിന്നാണ്. അതായത് ഈ മല്ലു ഫാമിലി എന്നുള്ള ഈ ഒരു തട്ടെന്ന് ഇവിടുന്ന് തുടങ്ങിയതാണ് എന്റെ ഓരോ ചുവട് വെപ്പുകളും. ഞാൻ ഇന്നിപ്പോ ഷോർട്സിന്റെ വീഡിയോസിൽ ഞാൻ ഇതുപോലെ കമന്റ്സ് കണ്ടു. സുജന ഞാൻ കുഞ്ചൂസിന്റെ കല്യാണത്തിനാണ് സുജന കാണുന്നത്. അന്നത്തെ സുജനും ഇന്നത്തെ ഞാനും തമ്മിൽ ഒരുപാട് മാറ്റം. തുടക്കത്തിന്റെ പോലെയല്ല ഇപ്പൊ പറഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് ബ്ലോഗ് എടുത്ത് കാണിക്കുക, വീഡിയോ എടുക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, അത് നമ്മൾ ആദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കടങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞേ, നമുക്കിപ്പോ ഉദാഹരണത്തിന് ഒരു ശരാശരി ഒരാളുടെ ഒരു സാധാരണ അതിപ്പോ ഒരു ഭാര്യ, മകള്, മീൻസ് ഒരു സാധാരണ കുടുംബത്തിക്ക് ഒരു മാസം ഒരു 25,000 രൂപ, ഒരു 20,000, ഒരു 15,000 രൂപ സാലറി കിട്ടിയിട്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. ഓക്കെ, ആ സ്ഥാനത്ത് എനിക്ക് വെറുതെ നടന്നാൽ കിട്ടുന്നുണ്ട് 1,00,000 റുപ്യ അല്ലെങ്കിൽ 50. കാരണം മീൻസ് വെറുതെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറെ വ്ളോഗുകൾ നമ്മൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാനൊരു മാസം ഒരു 4 വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഒന്നും വേണ്ട ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സ്റ്റോറി ഇട്ട് നമുക്ക് 2,500 രൂപ 3,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരു മാസം ഒരു 50,000 രൂപ കിട്ടിയാൽ ഇപ്പൊ എനിക്ക് ആദ്യത്തെ പറഞ്ഞേ, എനിക്ക് കോടീശ്വരനാവണം അല്ലെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഉണ്ടാക്കാനേ ഉള്ളൂ. കാരണം അതിനുള്ളൊരു മുന്നിൽ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട്. എനിക്ക് എന്തും കിട്ടും. ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ആഗ്രഹങ്ങള്, ആ പ്രശ്നങ്ങൾ തീർന്നു. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ പറയല്ലേ, നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത്. അതായത് ഇപ്പൊ നിങ്ങളെ കണ്ടിട്ടായിരിക്കും BM എടുത്തത്. ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ്. അതിന്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാ വണ്ടികളും കാണിച്ചാൽ ഞാൻ വണ്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതോ ഇപ്പൊ ഇത് ചിലർ പറയും പൈസ ഉങ്കാണ്, പൈസ അഹങ്കാരം ഉങ്കല്ല. നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മള് മറ്റൊരാൾ നന്നാവുന്നതോ മറ്റൊരാൾ ഇതാക്കുന്നോ നമ്മൾ പോണില്ല. നമ്മളെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ സുജിന്റെ ഒരു പുതിയൊരു നാടകം പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ ഇതിനകത്തുള്ള സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ ഇപ്പൊ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ 1,00,000 രൂപ കിട്ടും. അതുകൊണ്ട് കുറച്ച് ലക്ഷങ്ങൾ എടുത്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്യുക, ദാനം ചെയ്യുക. അതായത് കണ്ടവനെ സഹായിച്ച് അതിൽ നിന്നും ഒരു പ്രത്യേകതരം ഒരു സുഖം കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് സുജിൻ പറയുന്നത്. അപ്പൊ സുജിനൊരു നന്മമരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ നന്മമരമാവുക അല്ലെങ്കിൽ ഇപ്പൊ ബാക്കി ഒരാളെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യം കേട്ടോന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അതായത് കണ്ടവനെ അടിച്ചു മാറ്റിയിട്ട് കണ്ടവനെ കാശ് കളഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് അതെടുത്ത് വെച്ചിട്ട് വേറൊരാളെ സഹായിച്ചിട്ട് അതുവഴി ഭയങ്കര എന്തോ കാര്യമാണെന്ന് പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
കാര്യം നിങ്ങൾക്ക് ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കും. അത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ മാന്യമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി കാശ് വെച്ചിട്ട് നിങ്ങൾ സഹായിക്കുക. അല്ലാണ്ട് ഇപ്പൊ ബാക്കി ഒരു തന്നെ പറ്റിച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കാനാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പൊ ഇതേപോലുള്ള ബെറ്റിംഗ് ആപ്പുകളും അതേപോലത്തെ കുറെ ഉഡായിപ്പ ആപ്പുകളൊക്കെ ഈ സുജിനി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇത് പ്രൊമോട്ട് ചെയ്ത വഴി കിട്ടുന്ന കാശ് എടുത്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ബാക്കിയുള്ളവരെ സഹായിക്കണം. എന്നിട്ട് അതുവഴി പുള്ളി ഏതാണ്ട് ഭയങ്കര മഹത് വ്യക്തി പോലെയൊക്കെ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അതിൽ നിന്നും സുഖം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫെബ്രുവരിനകത്ത് സഹായിച്ച്, അത് ജാനുവരിനകത്ത് സഹായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഫെബ്രുവരിനകത്ത് സഹായിക്കാനായിട്ടൊരു ഉൾവിളി വന്ന് അപ്പൊ തന്നെ പോയിട്ട് പെട്രോൾ പമ്പിലെ ചേട്ടനെ സഹായിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അത് ഇങ്ങനെ സഹായിക്കുമ്പോഴാണ് അതിനകത്ത് വിഷയം വരുന്നത്. പിന്നെ ഈ സുജിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സുജിൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എങ്ങനെയെങ്കിലും അത്യാവശ്യം വ്യൂസ് ഉണ്ടാക്കണം, നല്ല വൈറലാവണം എന്നൊക്കെ അത്രയും ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനത്തെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പുള്ളി ഏത് താഴ്ന്ന എത്ര അതപ്പതിച്ച രീതിക്കും പോകാനായിട്ട് ഒരു മടിയില്ലാത്ത ഒരാളാണ് ഈ പറഞ്ഞ സുജിൻ. അല്ലെങ്കിൽ പിന്നെ സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നൊക്കെ ഒരാൾ വന്നിട്ട് പറയുമോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് വെച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ നോക്കിയവനാണ് ഇപ്പോൾ വന്നിരുന്നിട്ട് ഭയങ്കര നന്മമരം കളിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും സുജിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നല്ല രസമുണ്ട്. എന്തായാലും ഇപ്പൊ പുള്ളിക്ക് അത്യാവശ്യം തെറിവിളികളൊക്കെ കുറഞ്ഞ് അത്യാവശ്യം ഫാൻസ് ഒക്കെ വന്നു തുടങ്ങിയെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കാര്യം പുള്ളിക്കാരൻ കമന്റ് സെക്ഷൻ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യമൊക്കെ പുള്ളിക്കാരൻ പൂര തെറി വിളിച്ചോണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ അത്യാവശ്യം ചാരിറ്റിയും പരിപാടിയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഫാൻസ് ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നന്മമരം ഫാൻസ് ആണെന്ന് വേണം നമ്മളത് കരുതാൻ. അപ്പൊ ഈ നന്മ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ ആ ഒരു വീക്ക്നെസ് ഈ കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് അത്യാവശ്യം ജെനുവിനായിട്ടുള്ള ഓഡിയൻസിന് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് അവരെ പറ്റിച്ചിട്ട് തന്നെ കാശുണ്ടാക്കാം. അതാണ് പുള്ളിക്കാരൻ്റെ ഐഡിയ. ഒരു പ്രത്യേകതരം ഒരു മനുഷ്യൻ തന്നെയായിട്ട് എന്തായാലും സുജിൻ. അപ്പൊ പുള്ളി എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കാം ഇനി മുമ്പോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇനി പുതിയ എന്തെങ്കിലും ടാറ്റിക്സ് കിട്ടുമ്പോഴേക്കും ഇത് മാറ്റി പിടിക്കാൻ പോണ. അപ്പൊ എന്തായാലും ആ വഴിക്ക് പോട്ടെ. അപ്പൊ ഞാൻ പിന്നെ ആലോചിക്കണേ ഇനി സുജിൻ അടുത്ത എന്തായിട്ടായിരിക്കും വരാൻ പോണേ. ഇപ്പൊ ഇതേപോലെയുള്ള ചാരിറ്റി പോലത്തെ ഒരു സംഭവമായിട്ട് വന്നു. ഇനി ചിലപ്പോ അടുത്തത് ഫസ്റ്റ് മറ്റേ അവിഹിതം സെറ്റപ്പ് ആ ഒരു പൊന്നൂസിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിവാദം, പുള്ളിയുടെ ഈ വിവാദങ്ങളും അതേപോലെ പുള്ളിയുടെ ഇതൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കണതാണെന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആ ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത എന്താണാവോ ഇതൊരു ടൈം കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു സംഭവം പൊളിയും, അല്ലെങ്കിൽ ഇത് ഒരു മടുക്കാൻ തുടങ്ങും. ആർക്കായാലും കണ്ട് ഈ ചാറ്റ് കണ്ട് മടുക്കാൻ തുടങ്ങും ഒരു ടൈം എത്തുമ്പോഴത്തേക്കും. അത് കഴിയുമ്പോൾ പുള്ളിക്ക് എന്തായാലും അടുത്തൊരു സംഭവം പിടിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അതെന്തായിരിക്കും എന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് ഇട്ടേക്കട്ടാ. പിന്നെ പുള്ളിയുടെ കാര്യം അതുകൊണ്ട് പുള്ളി ചിലപ്പോൾ എന്തും ചിന്തിച്ചു കൂട്ടിയെന്ന് വരാം. എല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇപ്പൊ ഇത്രയൊക്കെ ചിന്തിച്ച് BMW എടുത്ത് ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലുമൊക്കെ ചിന്തയുടെ ഭാഗമായിട്ട് ഇനി അടുത്തടുത്ത വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നേടാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കി അതുവഴി ഒരു ഭയങ്കര ഒരു ചാരിറ്റി ചെയ്ത് അതുവഴി ഒന്നും കൂടെ ഇതാക്കി സെറ്റപ്പാണ്. എന്തായാലും അടിപൊളിയായിട്ടാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുകണത്. പിന്നെ പുള്ളിയുടെ പല റീലുകളും കാര്യങ്ങളൊക്കെ കണ്ട് മറ്റേ മണി ഈസ് പവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അതൊക്കെ എന്തായാലും ശരി തന്നെ. പൈസ ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പൈസ തന്നെയാണ് അൾട്ടിമേറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പൈസ ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞാലും പൈസ ഇല്ലെങ്കിൽ ഇവിടെ ഒരു വിലയില്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. ഇവിടുത്തെ സത്യാവസ്ഥ തന്നെയാണത്. ഇവിടുത്തെ മാത്രമല്ല എവിടെയാണെങ്കിലും നമുക്ക് പൈസ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അപ്പം പൈസ ഉണ്ടാക്കാനായിട്ട് പക്ഷെ എന്ത് വഴി പോകുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ വല്ലോടത്തുനിന്ന് അടിച്ചു മാറ്റി കാശുണ്ടാക്കാം, അങ്ങനെ എല്ലാം നമുക്ക് കാശുണ്ടാക്കാം. പക്ഷേ അത് എല്ലാത്തിനും അന്തസ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പൈസ ഉണ്ടാക്കുമ്പോഴത്തേക്കും. പിന്നെ പൈസ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി എന്നാരും നോക്കൂല, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നോക്കുള്ളൂ. ആ ഒരു സാധനമൊക്കെ ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം വീഡിയോയുടെ കമന്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ.